ചാനൽ എൻ്റെ ലോകം. എൻ്റെ പേര് ജൂന. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ തന്നെ കുറച്ച് കാര്യമൊക്കെ പിടികിട്ടിട്ടുണ്ടാവും. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുവിധ ആൾക്കാരുടെ കയ്യിലൊക്കെ എന്തായാലും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷം ഉണ്ട്. ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ എന്തോ ഒരു സന്തോഷം. അപ്പം ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സും, നമ്മുടെ കല്യാണത്തിൻ്റെ ഡ്രസ്സും, അതുപോലെ കുറച്ച് ഓർണമെന്റ്സ് ഗോൾഡ് അല്ല, ബാക്കിയുള്ള ഓർണമെന്റ്സ്, അങ്ങനത്തെ എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. എന്താ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാനിങ്ങനെ കാണിച്ചു തരാം. അതുമാത്രമല്ല, ഞാൻ ഈ കാണിച്ചു തരുമ്പോൾ അത് ഇട്ടിട്ടുള്ള ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ ചിലതൊക്കെ ഞാൻ ഫോട്ടോ, എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോയും കൂടെ കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്, എൻ്റെ കല്യാണത്തിൻ്റെ ഓർമ്മകളുമായിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പൊതുവേ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇന്നയാളെ സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിൽ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കാറുള്ളൊരു വ്യക്തി തന്നെയാണ്. പണ്ട് ഒരു ഫിലിമിൽ നമ്മുടെ ഉർവശി, ഞാൻ പണ്ട് മാവിൽ എറിഞ്ഞ കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെക്കുന്നില്ലേ, അതുപോലെ അങ്ങനെ പണ്ടേന്ന് പറഞ്ഞ പോലെ ഈ ഒരു ശീലം എനിക്ക് ഉള്ളതാണ്. ഒരുപാട് ആക്രി സാധനങ്ങൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടാവും. പഴയ കുറേ കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. അപ്പം എന്തായാലും ഇത് അത്ര പഴയതൊന്നല്ല, ഇതൊരു 5 വർഷത്തെ പഴക്കേ ഉള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മുടെ കല്യാണക്കുറിയും തൊട്ട് തുടങ്ങാം. എൻ്റെയും ഹസ്ബൻഡിൻ്റെയും 2 സൈഡിൽ നിന്നുള്ള കല്യാണക്കുറി കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ നോർമലാണ്, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കല്യാണക്കുറിയൊന്നല്ല, മോശം ഇല്ലാത്ത തരത്തിൽ, അതായത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു കുഴപ്പമില്ലാത്തൊരു കല്യാണക്കുറിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്നുള്ളത് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ തന്നെ പോയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതാണ് എൻ്റെ വീട്ടിൽ നിന്നുള്ള കണ്ടോ കല്യാണക്കുറി. ഇതാണ് ജൂന വെഡ്സ് ധനേഷ് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് എൻ്റെ വീട്ടിൽ നിന്നുള്ള കല്യാണക്കുറി. കണ്ടില്ലേ? ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. സിമ്പിളാണ്, എന്നാലും നല്ല ഭംഗി. ഇവിടെ ഒരു ശിവനും പാർവതിയും പിന്നെ ഗണപതിയൊക്കെ ആയിട്ടുള്ള, ഇതിങ്ങനെ തുറക്കും. സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുള്ളതാണ്. അപ്പം ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിട്ടുള്ള കല്യാണക്കുറി. ഇതാണ് ഒരു എന്താ പറയുക, കോഫി ബ്രൗൺ ആണെന്ന് തോന്നുന്നു. കോഫി ബ്രൗൺ കളറിലൊക്കെ ആയിട്ട് നല്ല ഒരു ഗോൾഡൊക്കെ ആയിട്ട് നല്ല സിമ്പിൾ, എനിക്കിഷ്ടമായിട്ടുള്ള ആയിരുന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് ഇത് സെലക്ട് ചെയ്തതും. അപ്പം ഇതാണ് എൻ്റെ വീട്ടിൽ നിന്നുള്ളത്. ഇനി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിട്ടുള്ളത്, വെഡ്ഡിങ്. അവിടെയും ധനേഷ് വെഡ്സ് ജൂന. അപ്പോൾ ഇതാ ഇവിടെയും കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിങ്ങനെ തുറന്നു. ഇതും വളരെ സിമ്പിളാണ്, കണ്ടോ? ഇതാണ് ഇതിൻ്റെ മുന്നിലെ ഭാഗം, ഇങ്ങനെയാണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ 2 പേരുടെയും കല്യാണക്കുറി. അപ്പം ഞാനിതിൻ്റെ ഇങ്ങനെ ഓരോ കോപ്പി എടുത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു രസമായിരിക്കില്ലേ? അപ്പം അങ്ങനെ ഇതാണ് 2 സൈഡിൽ നിന്നുള്ള കല്യാണക്കുറി. ഇതാണ്. ഇനി എൻ്റെ കുറച്ച് എന്താ പറയുക ആഭരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഗോൾഡ് അല്ല, നമ്മൾ മുടിയിലൊക്കെ വെക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മാങ്ടിക, അതല്ലേ പറയാം നമ്മളിവിടെ ഇങ്ങനെ വെക്കുന്നത്. നമ്മൾ നാട്ടിലുള്ളവരൊക്കെ പറയും നെറ്റിച്ചുട്ടി എന്നൊക്കെ പറയും. മാങ്ടികയാണ്. ഇതാണ്, കണ്ടോ? ഇത് സിമ്പിളായിട്ടുള്ളതാണ്, എന്നാൽ നല്ല ഭംഗിയുണ്ട്. ഓവറൊന്നല്ല, നല്ല ഒരു ചെറിയ
നമുക്ക് പാകത്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. ഞാൻ തന്നെ പരതി പിടിച്ച് പോയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അന്നൊന്നും എനിക്ക് ഇതുപോലെ ഓൺലൈനും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ അറിയാമായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങി നമുക്ക് സ്റ്റൈലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതൊക്കെ ഞാൻ കണ്ണൂരൊക്കെ പോയി തേടി പിടിച്ച് വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ നല്ല ഭംഗിയുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല, കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിപ്പോഴും നല്ല, അങ്ങനെ ഇപ്പം നമ്മൾ ഞാൻ ഒരുപാട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ നോക്കിയിട്ടും അതിൻ്റെ കളറൊന്നും അങ്ങനെ പോയിട്ടുമില്ല, എവിടെയും കളറൊന്നും പോയിട്ടൊന്നുമില്ല. നല്ല സംഭവമാണ്, നല്ല നല്ല ഭംഗിയുള്ള സംഭവമായിരുന്നു. അപ്പം ഇതാണ് ഫസ്റ്റ്. പിന്നെ നമ്മൾ മുടിയിൽ ഇങ്ങനെ മുടി മടഞ്ഞിട്ടാകുമ്പം അതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. കണ്ടോ, ഇതൊരു ക്ലിപ്പ്, ഇതുപോലുള്ള ക്ലിപ്പാണ്. ഇതുപോലത്തെ കണ്ടോ, ഒരു സ്റ്റാർ ഷേപ്പിലൊക്കെ ഉള്ളത്. ഇതൊക്കെ നമ്മളിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് അവൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ അവിടെ അങ്ങനെ എടുത്തു വെച്ചിട്ട് എനിക്ക്, അതായത് പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണ്. എന്നിട്ട് എൻ്റെ കല്യാണത്തിന് വേണ്ടി അവൾ എനിക്ക് തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നു, പക്ഷെ ഇതിൻ്റെ താഴെ ഇങ്ങനെ പേള് തൂങ്ങുന്നുണ്ടായിരുന്നു, അതൊക്കെ പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു നമ്മൾ മുടിയിൽ മടഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഒരു ഗോൾഡൻ കളറ്, ഗോൾഡൻ അല്ല, ഒരു മെഹന്തി ആ ഒരു കളറ്, നന്നായിട്ട് കല്ലൊക്കെ സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള സംഭവമാണ്. കണ്ടോ, ഇതാണ് മുടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ മാരേജിന് യൂസ് ചെയ്തിട്ടുള്ള കമ്മലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെയുള്ള കമ്മൽ യൂസ് ചെയ്ത് പണ്ട് തൊട്ടേ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഗോൾഡിൻ്റെ കമ്മലിൻ്റെ ആ കാല് എൻ്റെ ചെവിയുടെ ഓട്ടയുടെ ഉള്ളിൽ ഇതിലൂടെ കയറാൻ ഭയങ്കര പാടായിരുന്നു, നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, കമ്മൽ ഇതുപോലെ ഇട്ടു. അതാകുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ വാങ്ങുകയും ചെയ്യാം. കണ്ടോ, എനിക്ക് ഗോൾഡിനോട് വലിയ താല്പര്യമില്ല, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോടെല്ലാം ഇഷ്ടമുള്ളതുകൊണ്ട്. എൻ്റെ റെഡ് സാരി ആയിരുന്നു, അതിന് മാച്ചായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിനും വലിയ റേറ്റ് ഒന്നും ഇല്ല, അന്ന് ചെറിയ റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. വലുപ്പമൊക്കെ ഉണ്ട്, നല്ല പാകത്തിൻ്റെ വലുപ്പമൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, പാകത്തിൻ്റെ വലിപ്പമുള്ള, അത്ര ചെറുതൊന്നും അല്ല, എന്നാൽ ഓവർ സൈസും അല്ല, നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ്. റെഡും വൈറ്റും സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മലാണ്. അപ്പം ഇതാണ് അന്നിട്ടിട്ടുള്ള കമ്മൽ. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതുണ്ടോ, ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കമ്മലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വെക്കുന്ന സംഭവമാണ്. ഇതും പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണ്. ഇതും ചേച്ചി, എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതും അങ്ങനെ എടുത്ത് വെച്ചു, അവൾ അവിടെ എടുത്ത് വെച്ചിടയ്ക്കെന്ന് എൻ്റെ കല്യാണത്തിന് ഞാൻ അടിച്ചെടുത്തതാണ്. കണ്ടോ, ഇതാണ് വേറൊരു സംഭവം. പിന്നെ ഉള്ളത് ഞാൻ ഇട്ടിട്ടുള്ള മിഞ്ചിയാണ്. കാലിനിടുന്ന മോതിരമില്ലേ, മിഞ്ചി, അതാണ്. കണ്ടോ, ഇതും ചെറിയ കാണുന്നുണ്ടോ, ഇത് ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി, പക്ഷെ എന്നാലും ഞാനിങ്ങനെ എടുത്ത് വെച്ചതാണ്, വെറുതെ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് മിഞ്ചി. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചിട്ടുള്ള പൊട്ടാണ്. അതായത് നമ്മൾ പന്തലിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് സാരിയൊക്കെ വാങ്ങി ഒരു സാരി ഉടുത്തിട്ടാണ് ഇറങ്ങുക. പിന്നെ നമുക്ക് അവിടുന്ന് പുടവ തരും, ഹസ്ബൻഡിൻ്റെ വശത്തു നിന്ന് ഒരു സാരി തരും. പിന്നെ ആ സാരി മാറ്റിയിട്ടാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കയറുക. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടാണ് ഇതാണ്. റെഡ് ഒരു സ്റ്റോണൊക്കെ, റെഡും വൈറ്റും സ്റ്റോണൊക്കെ ആയിട്ടുള്ള നല്ലൊരു പൊട്ടാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൊട്ടായിരുന്നു.
നല്ല പൊട്ടാണ്, കണ്ടോ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടാണുള്ളത്. വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അപ്പം ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള പൊട്ട്, വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവര് ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടുള്ള ഒരു നെയിൽ പോളിഷ് ആയിരുന്നു. ഞാൻ അങ്ങനൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇട്ടിട്ട് ഉള്ളത് കൊണ്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല. ചുമ്മാ വെറുതെ എടുത്തു വെച്ചതാണ്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. മുടി നമ്മൾ എക്സ്ട്രാ കൂട്ടി മടഞ്ഞ് വെക്കുന്ന മുടിയാണ്, കണ്ടില്ലേ. ഇതും പാരമ്പര്യമായിട്ട് കൈമാറി വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുക. ഇനിയുള്ള തലമുറയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടാണുള്ളത്, വെറുതെ ഒരു രസത്തിന്. അപ്പം ഇതാണ് വേറൊരു ഐറ്റം. പിന്നെ നമുക്ക് ഡ്രസ്സ് കാണിക്കുന്നതിന് മുന്നേ ഒരു സാധനം കൂടി ഉണ്ട്. ചെരുപ്പ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ചെരുപ്പ്. ഇത് കുറേ കല്യാണം കഴിഞ്ഞിട്ടും ഞാനിത് കുറേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ നാശമായി പോയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോഴും നല്ല ഭംഗിയോടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, ഗോൾഡൻ കളർ, എന്താ പറയുക, അടിക്കുന്ന ഗോൾഡ് അല്ല, എന്താ പറയുക, വല്ലാണ്ട് അടിക്കുന്ന ഗോൾഡ് അല്ല, ഒരു ഡിം ആയിട്ടുള്ള ഗോൾഡൻ കളറും, കണ്ടോ, ഗോൾഡിൻ്റെ ഒരു പേളും പിന്നെ വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ഫ്ലാറ്റ് ആണ്, കണ്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. നല്ല സിമ്പിളാണ്, പക്ഷെ നല്ലൊരു സ്റ്റൈലായിട്ടുള്ള ചെരുപ്പായിരുന്നു. ഇത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്, കണ്ടോ. ഇതാണ് എൻ്റെ ചെരുപ്പ്. ഞാൻ കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്ന എൻ്റെ ചെരുപ്പ് ഇതാണ്. ഇനി ഹസ്ബൻഡിൻ്റെ ചെരുപ്പ് എന്ന് പറയുന്നത് ഇതാണ്. കല്യാണത്തിനും മാത്രം എനിക്കൊന്നും അത് മാത്രം ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ് നാശകോശാക്കി. എന്നിട്ട് ഞാനാണ് ഇത് കഴുകിയെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഇതാണ് ഹസ്ബൻഡ് ഇട്ടിട്ടുണ്ടായിരുന്ന ചെരുപ്പ്. ഇതാണ് നമ്മുടെ രണ്ടുപേരുടെയും ചെരുപ്പ്. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് മുണ്ട്, കണ്ടോ, സിമ്പിളായിട്ട്, അധികം കട്ടിയൊന്നുമില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഗോൾഡൻ കസവൊക്കെ ആയിട്ട് ഡബിൾ മുണ്ടാണ്, നല്ല നോർമൽ മുണ്ട്. ഇനി ഹസ്ബൻഡിൻ്റെ ഷർട്ട് ഇതാണ്. അതും ഒരു എന്താ ഇതിന് പറയുക, ക്രീം കളർ, നല്ലൊരു ഒരു തിളക്കമുള്ള പോലത്തെ ഒരു ഷർട്ടാണ്. ഫുൾ സ്ലീവൊക്കെ ആയിട്ട് ഇതാണ് ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ്. ഞാൻ അങ്ങനെ തന്നെ ഇത് മടക്കി വെക്കട്ടെ. തോന്നുന്നു എല്ലാവരുടെ കയ്യിലും ഇതുണ്ടാവുമായിരിക്കും. ഡ്രസ്സൊക്കെ എന്തായാലും ഒരുവിധ ആൾക്കാരൊക്കെ എടുത്ത് വെക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി എൻ്റെ സാരിയിലേക്ക് കിടക്കാം. അതായത് പന്തലിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഉടുത്ത് വന്നിട്ടുള്ള സാരിയാണ് ഇത്. റെഡ് കളറാണ്, കണ്ടോ. സിമ്പിളാണ്, വേറെ അങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് ഒന്നും തന്നെ ഇല്ല. എനിക്ക് അതൊന്നും ഇഷ്ടമായിരുന്നില്ല. സ്റ്റോൺ വർക്കൊന്നും ഇല്ലാത്ത സിമ്പിൾ സാരി ആയിരുന്നു എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്, കണ്ടോ. നല്ല സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇത്. വലിയ റേറ്റ് ഒന്നും ഇല്ല, വളരെ കോസ്റ്റ് കുറവാണ്. ഇതിന് റേറ്റ് വളരെ കുറവാണ്. പിന്നെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ അറ്റൊക്കെ ഇങ്ങനെ കണ്ടോ. അപ്പം ചെണ്ട് പോലെ കെട്ടിയിട്ടില്ല, ചുമ്മാ ഇങ്ങനെ നൂല് ഇളക്കിയിട്ടിട്ട് ഇതുപോലെ ആക്കി വെച്ചതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സാരി. കല്യാണത്തിന് ഉടുത്തതിന് ശേഷം ഇതുവരെ ഉടുത്തിട്ടില്ല. എനിക്ക് ഈ കസവ് സാരികളൊന്നും
ഉടുത്ത് ഇറങ്ങുന്നതിനോട് വലിയ താല്പര്യമില്ല. കല്യാണത്തിനാണെങ്കിലും എനിക്ക് വേറെ ഏതെങ്കിലും കല്യാണത്തിന് പോകുമ്പോഴും കസവ് സാരി യൂസ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം ഇതാണ് എൻ്റെ സാരി. പന്തലിലേക്ക് ഇറങ്ങുമുള്ള സാരി ഇതാണ്. അതിൻ്റെ ബ്ലൗസ് ഇതാണ്. കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ നെക്കിന് ഇങ്ങനെ കുറച്ച് ഡിസൈനൊക്കെ ഉണ്ട്. ഇതും ഓവറൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ് വർക്കൊക്കെ. അപ്പം ഇതാണ് പന്തലിലേക്ക് ഇറങ്ങുമ്പോഴുള്ള സാരി. പിന്നെ തന്നിട്ടുള്ള പുടവ എന്ന് പറയുന്നത് ഈ കളറാണ്. ക്രീം കളറും ഒരു ഗ്രീനും കൂടിയിട്ടുള്ള ഒരു കളറാണ്. ഇതാണ്. ഇതാണ് പുടവ. കണ്ടോ, ഇവിടെ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചെണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുമ്പിൽ പ്ലീറ്റ് ഇടുന്ന ഭാഗത്താണ് ഈ ഗ്രീന് വരുന്നത്. കണ്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ മുന്താണിയൊക്കെ, കുറച്ച് ചെറിയൊരു ടൈപ്പ് സ്റ്റോൺ വർക്കൊക്കെ ആയിട്ടുള്ള. ഇതും സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു സാരി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി എടുത്ത് വച്ചിട്ടുള്ളത്. അപ്പോൾ വെറുതെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ.